പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ധനേഷ് കുമാർ, കൂട്ടുപ്രതിയായ കുട്ടികളുടെ അമ്മ എന്നിവരെ ചോദ്യം ചെയ്തതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വളരെ ഞെട്ടിപ്പിച്ച ഒരു കേസ് തന്നെയായിരുന്നു. ഈ റീസെൻ്റായിട്ട് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കേസാണ് പെരുമ്പാവൂരിൽ നിന്ന് വന്നത്. പ്രായപൂർത്തിയാകാതെ 2 പെൺകുട്ടികളെ പീഡിപ്പിക്കാനായി സ്വന്തം അമ്മ തന്നെ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന കേസ്. KM ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഇന്ന് 2 പ്രതികൾക്കുമായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാനിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇവരിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്? തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. വിനിഷ, ഏറ്റവും ദുഃഖകരം, അതീവ ദാരുണം ആയ സംഭവം അതുതന്നെയായിരുന്നു ഈ പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസ്. ഞെട്ടലോടെയാണ് കേരളം ആ വിവരം കേൾക്കുന്നത്. ഇതിൽ പ്രതിയെ പോലീസ് പിടികൂടി. അയ്യമ്പുഴ സ്വദേശി ധനേഷ് കുമാറാണ് പ്രതി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നത്. ഈ കുട്ടികളുടെ അമ്മയുടെ ഒത്താശയോടെയാണ് ഈ പെൺകുട്ടികൾ പീഡനത്തിനിരയായത് എന്നുള്ളതാണ്. ഈ ധനേഷ് കുമാറും പെൺകുട്ടികളുടെ അമ്മയും തമ്മിൽ ഏറെ നാളത്തെ ബന്ധമുണ്ട്. ആ ബന്ധം മുതലാക്കിയാണ് ഇയാൾ ഈ വീട്ടിൽ കയറിപ്പറ്റിയത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടികളെ 10-12 വയസ്സുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇയാൾ ഇരയാക്കിയിരുന്നത്. ഈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യം നൽകിയാണ് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് മദ്യം കുടിക്കാനായി ഈ പെൺകുട്ടികളുടെ അമ്മ തന്നെ ഇവരെ പ്രേരിപ്പിച്ചിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇയാൾ പോക്സോ വകുപ്പ് പ്രകാരം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പോക്സോ വകുപ്പ് ചുമത്തി തന്നെയാണ് പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റും രേഖപ്പെടുത്തുന്നത്. ഈ കുട്ടികളെ മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചു, ഒപ്പം ഈ പീഡനവിവരം അറിഞ്ഞിട്ടും അത് പോലീസിൽ നിന്ന് മറച്ചുവെച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഈ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2 പേരും നിലവിൽ റിമാൻഡിലാണ്. ഇന്ന് അവധി ദിവസമാണ്. അടുത്ത ദിവസം തന്നെ 2 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാനാണ് കുറുപ്പംപടി പോലീസിൻ്റെ തീരുമാനം. അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ടതുണ്ട്. ഒപ്പം തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുകയും വേണം. 2023 മുതലാണ് ഇയാളിങ്ങനെ ഈ വീട്ടിൽ കയറിപ്പറ്റി. എല്ലാ അവധി ദിവസങ്ങളിലും ഇയാൾ പതിവായി ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മൂത്ത കുട്ടിയുടെ കൂടെ പഠിക്കുന്നവർ, അവരുടെ ചിത്രങ്ങൾ കണ്ട് അവരെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാനായി ഈ പെൺകുട്ടികളെ നിർബന്ധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില മൊഴികൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു കുട്ടികളെ കൂടി ഇവിടേക്ക് കൊണ്ടുവരാൻ നിർബന്ധിച്ച സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി തന്നെ കൂട്ടുകാരിക്ക് കത്തെഴുതുകയും ആ കത്ത് കൂട്ടുകാരിയുടെ അമ്മയായ അതേ സ്കൂളിലെ തന്നെ ടീച്ചർ ഇത് കാണുകയും ഈ വിവരം അറിയുകയും ചെയ്തത്. പിന്നീടാണ് അത് പോലീസിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും അതിവേഗം നടപടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ പിതാവ് രോഗാവസ്ഥയിലായിരുന്നു. ആ രോഗാവസ്ഥയിൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയാണ് ഈ ടാക്സി ഡ്രൈവറായ ധനേഷ് ഈ കുടുംബവുമായി അടുക്കുന്നത്. അതിനുശേഷം ഈ പിതാവ് മരിച്ചുപോയി. പിന്നീടാണ് ഈ കുട്ടികളുടെ അമ്മയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും പതിവായി വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് എത്ര നാളത്തെ ഒരു ആസൂത്രണത്തിനൊടുവിലാണ് ഈ പെൺകുട്ടികളെ ഈ പലതവണ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ പോലീസിന് കൂടുതലായി അറിയേണ്ടതുണ്ട്. ഒപ്പം മദ്യം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇവരെ പലതവണ ഈ ശാരീരികമായി ഉപദ്രവിച്ചു, മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കുട്ടികളുടെ അധ്യാപികയടക്കം മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 പേരെയും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ സമർപ്പിക്കുന്നത്. വിനിഷ. യെസ്, നമുക്ക് നോക്കാം ഉമേഷ്, അത് ഏത് രീതിയിലായിരിക്കും. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. വളരെ നേരത്തെ ഉമേഷ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കേസ് തന്നെയാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളുടെ അമ്മ 9-10 വയസ്സുമുള്ള കുഞ്ഞു കുട്ടികളാണ്. ആ കുഞ്ഞു കുട്ടികളുടെ അമ്മയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തത് എന്ന് തന്നെയാണ്. ആ ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോഴും ഈ ധനേഷ് ആ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും ആ ഒഫൻസ് മറച്ചു വയ്ക്കുകയാണ് അമ്മ.
നോക്കണം ഒരമ്മ തൻ്റെ സ്വന്തം മക്കളോട് കാണിക്കുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത്. ഏത് രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം അധപ്പതിപ്പിച്ച് പോകുന്നത് എന്നുകൂടെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച ഊർജിതമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൃത്യമായി തന്നെ പ്രതികളിലേക്ക് എത്തുന്നു. ഈ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കെ എം ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളൊക്കെയും കൊച്ചിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തോട് പങ്കുവച്ചത്.